ശാലു പറയണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി എന്നുള്ളതൊക്കെ. അവിടെ നിന്ന സമയങ്ങളിലും ആ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ ശാലുവിനറിയാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാണ്ടാണ് ഇതായിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നു. അപ്പൊ ആ ജയിലിലൊക്കെ നിന്ന സമയത്തൊക്കെ എങ്ങനെയാ ഈ തിരിച്ച് ഓക്കെ ഞാൻ ഇതാവാം കുറച്ചും കൂടെ സ്ട്രോങ് ആവാം എന്ന് ശാലുവിനെ പറഞ്ഞു മാറ്റിക്കുകയാണ്. പക്ഷെ എങ്ങനെയാ ഒരു ശക്തി ശാലുവിനിൽ കിട്ടിയത്? കാരണം ഇത്രയും എനിക്കറിയാവുന്ന ശാലു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടിയാണ്. ആ പാവം ശാലു മേനൻ എങ്ങനെ ഈ ഒരു ധൈര്യം എവിടുന്നാ? അത് ശരിക്കും എനിക്കറിയാം, അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്ന് ഒരു 2 ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം വേറൊരു സ്ഥലം, വേറെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. സോ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറെ അവിടെ നിന്ന് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു മോശത ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഒരു ഇതെന്ന് അവിടെ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നും ഈ ജയിലിൽ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുമായിരുന്നു, ക്രിസ്ത്യൻസ് വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ കയറുമായിരുന്നു, ഞാൻ അവിടെ പോവായിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു.